السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തു തക്കാസുർ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. ഇത് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നാം മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം. നമുക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എല്ലാറ്റിൻ്റെയും ആകത്തുക നമ്മെ പടച്ച, നമുക്ക് എല്ലാം തന്ന, നമ്മെ ഈ ദുന്യാവിലേക്ക് അയച്ച രാജാതിരാജനായ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കലാണ്. അഥവാ ആഖിറം രക്ഷപ്പെടലാണ്, സ്വർഗപ്രവേശനം സാധ്യമാവലാണ്. അതിന് വേണ്ടിയാണ് നാം ഐഹിക ലോകത്ത് ചെയ്യുന്നതെല്ലാം. പക്ഷേ ദുനിയാവിലെ സുഖസൗകര്യങ്ങളിൽ ആസ്വദിച്ച് സൃഷ്ടാവായ അള്ളാഹുവിനെ മറക്കുന്നു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നതുവരെ അഥവാ മരിക്കുന്നതുവരെ ധനം, മക്കൾ തുടങ്ങിയ ഐഹിക സുഖസൗകര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ എനിക്കുണ്ടാകണമെന്ന മത്സരബുദ്ധിയോടെ ആധിക്യം കൂട്ടുന്നു. ദുനിയാവ് തന്നെ കളിയും വിനോദവും അലങ്കാരവും പരസ്പരം വമ്പത്തരം നടിക്കലും സ്വത്തിലും സന്താനത്തിലും പെരുപ്പത്തരം കൂട്ടലുമാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ലോകത്തെ സുഖമെന്നത് വെറും താൽക്കാലികമാണ്, നിമിഷ നേരത്തേക്കു മാത്രമുള്ളതാണ്. നാം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞാൽ, മരിച്ചാൽ അന്നേരം മനസ്സിലാകും എന്തിന് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മതിമറന്ന് നാം ജീവിച്ചു. എനിക്ക് ദുനിയാവിൽ ധാരാളം അമൽ ചെയ്യാമായിരുന്നു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാമായിരുന്നു. എല്ലാം ആ സമയത്ത് ആലോചിക്കും. ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കൽ സഹാബികൾ ഇരുന്നു തമാശ പറഞ്ഞു ചെറുതായി ചിരിക്കുകയായിരുന്നു. ആ സദസ്സിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. ഇത് കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറയുകയാണ്, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ അധിക സമയവും നിങ്ങൾ കരയുമായിരുന്നു. നമ്മുടെ കാര്യമായ ജോലി എന്താണ്? നിസ്കാരത്തിലോ മറ്റ് ഇബാദത്തിലോ ഒന്നുമല്ല, മൊബൈൽ കൊണ്ടും അല്ലാതെയും കളിയിലും വിനോദത്തിലുമായി സമയം ഇങ്ങനെ പാഴാക്കുകയാണ്. ശരിയായ രൂപത്തിൽ 5 വക്ത് നിസ്കാരം പോലും നിസ്കരിക്കാൻ സമയം ലഭിക്കുന്നില്ല. നിസ്കാരത്തിൻ്റെ മുമ്പുള്ള ശേഷമുള്ള സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ പോലും നിസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. ഇതൊക്കെ എവിടെ വരെ പോകും? ഈ കളിയും വിനോദവും വമ്പത്തരവും പെരുപ്പത്തരവും എല്ലാം ഏതുവരെയാണ് പോകുന്നത്? ഹത്താ സുർതുമുൽ മഖാബിർ, മരിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കട്ടെ. അവന് ധാരാളം ഇബാദത്തെടുക്കാനും സ്വർഗപ്രവേശനം ലഭിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി സൂറത്തു തകാസുർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യം ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതുകയും ചെയ്യാം. സൂറത്തു തകാസുർ 8 ആയത്തുകളാണുള്ളത്. ഒന്നാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. അൽഹാക്കും
അൽഹാക്കും എന്ന പദത്തിലെ ഹാ പ്രത്യേകം ശ്രദ്ധിക്കണം, വ്യക്തമാക്കി തന്നെ ഹാഇനെ ഉച്ചരിക്കണം. അൽഹാക്കുമുത്തകാസുർ. അത്തകാസു സ ആണ്, സീനായി പോകാൻ ഒരിക്കലും പാടില്ല, സ ആയി തന്നെ ഉച്ചരിക്കണം. അൽഹാക്കുമുത്തകാസുർ. റാ അവസാനം തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽഹാക്കുമുത്തകാസുർ. അടുത്ത ആയത്ത് ഹത്താ സുർതുമുൽ മഖാബിർ. ഹത്ത എന്ന പദത്തിലെ ഹാഇനെ ഹ ആയി തന്നെ ഉച്ചരിക്കണം, ഹ ആയി പോകാൻ പാടില്ല. ഹത്താ സുർതുമുൽ മഖാബിർ. സുർതുമുൽ മഖാബിർ. ഇവിടെ സുർ എന്ന് റായിൽ അല്പം കൽക്കല കൊടുത്തുകൊണ്ടല്ല ഓതേണ്ടത്, കൽക്കല കൊടുക്കാതെ സുർതുമുൽ അൽ മഖാബിർ. അൽ മഖാബിർ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഓതാറുള്ളത് അൽ മഖാബിർ. മഖാബിർ എന്ന് റായിനെ തടുപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. മഖാബിർ മഖാബിർ. റായിനെ നേരിയതാക്കി ഉച്ചരിക്കണം. ഹത്താ സുർതുമുൽ മഖാബിർ. അടുത്ത ആയത്ത് കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ സൗഫ. സൗഫ സീൻ, സൗഫ ഫ പ്രത്യേകം ശ്രദ്ധിക്കണം. തഅലമൂൻ എന്ന പദത്തിലെ ഐനും പ്രത്യേകം ശ്രദ്ധിക്കണം. കല്ലാ സൗഫ തഅലമൂൻ. തഅലമൂൻ എന്ന പദത്തിൽ പലരും ഐനിൽ അല്പം കൽക്കല കൊടുത്തുകൊണ്ട് തഅലമൂൻ എന്ന് ഓതാറുണ്ട്. തഅലമൂൻ അങ്ങനെയല്ല, തഅലമൂൻ. അടുത്ത ആയത്ത് ثم كلا سوف تعلمون. ثم സ ആണ്, സീനായി പോകാൻ പാടില്ല. കല്ലാ സൗഫ. സൗഫ തഅലമൂൻ. മുമ്പുള്ള ആയത്തിലെ തഅലമൂൻ എന്ന പദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. കല്ലാ ലൗ തഅലമൂന. ലൗ തഅലമൂന ഇൽമ. ഇൽമ ഐൻ ശ്രദ്ധിക്കണം. ഇൽമൽ യഖീൻ. യഖീൻ എന്ന പദത്തിലെ ഖാഫിനെ പലരും യഖീൻ എന്ന് ഖാഫായിട്ടാണ് ഓതാറുള്ളത്. അതും പിഴവാണ്, ഖാഫായി തന്നെ ഉച്ചരിക്കണം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അടുത്ത ആയത്ത് ലതറവുന്നൽ ജഹീം. ലതറവുന്ന. ലതറവുന്ന ഷദ്ദുള്ള നൂനായതിനാൽ നന്നായി മണിക്കണം. അൽ ജഹീം. ജഹീം ഹ ആണ്, ഹ ആയി പോകാൻ ഒരിക്കലും പാടില്ല. ലതറവുന്നൽ ജഹീം. അടുത്ത ആയത്ത് ثم لترونها عين اليقين. ثم സ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ലതറവുന്നഹ ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. ഐന. ഐൻ. ഐൻ ശ്രദ്ധിക്കണം. ഐനൽ യഖീൻ. മുമ്പ് പറഞ്ഞതുപോലെ ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. ثم لترونها عين اليقين. അവസാനത്തെ ആയത് ثم لتسألن يومئذ عن النعيم. ثم സ ആണ്, നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം, അതാണല്ലോ സാഇൻ്റെ മഖ്റജ്. സീനായി പോകാൻ ഒരിക്കലും പാടില്ല. സുമ്മ. മറ്റൊന്ന് ഷദ്ദുള്ള മീമാണ്, നന്നായി മണിക്കണം. സുമ്മ ലതുസ് അലുന്ന. അവിടെയോ ഷദ്ദുള്ള നൂനാണ്, അവിടെയും നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സുമ്മ ലതുസ് അലുന്ന.
യൗമഇദിൻ അനിൻ നഈം. യൗമഇദിൻ ഇവിടെ ദാലിന് തൻവീനാണ്, ശേഷം ഐനാണ് വന്നത്. അതിനാൽ ഇൽഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. അനിൻ നഈം, അനിന്ന അവിടെ ശദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം. നഈം എന്ന പദത്തിലെ ഐനും പ്രത്യേകം ശ്രദ്ധിക്കണം. ثم لتسألن يومئذ عن النعيم. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألهاكم التكاثر. ألهاكم التكاثر حتى زرتم المقابر. حتى زرتم المقابر. كلا سوف تعلمون. كلا سوف تعلمون. ثم كلا سوف تعلمون. ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين. كلا لو تعلمون علم اليقين لترون الجحيم. لترون الجحيم ثم لترونها عين اليقين. ثم لترونها عين اليقين. ثم لتسألن يومئذ عن النعيم. ثم لتسألن يومئذ عن النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.